ഭീഷ്മയുടെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്രർ വലിയൊരു സംഘത്തെ പാണ്ഡവരുടെ വസതിയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാനായി പറഞ്ഞുവിട്ടു. ആദ്യമെല്ലാം അവരെതിർപ്പ് കാണിച്ചെങ്കിലും കുന്തിയുടെ നിർബന്ധം മൂലം സമ്മതം മൂളേണ്ടി വന്നു. ഓരോ രാത്രിയും പകലും അവരുടെ വരവിനായി ഹസ്തിനപുരം കാത്തിരുന്നു. ജനങ്ങളെല്ലാം കൊട്ടാര വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിക്കൊണ്ടേയിരുന്നു. അവരുടെയെല്ലാം കൺമുന്നിൽ നിൽക്കുന്ന മാതാവിനെയും പുത്രന്മാരെയും അവരുടെ ഭാര്യയായ ദ്രൗപദിയെയും കണ്ടതും തങ്ങളുടെ ആനന്ദം അവർ ശബ്ദത്തിലൂടെ പ്രകടിപ്പിച്ചു. പൂക്കളാൽ അവരെ വരവേറ്റി. കൊട്ടാരത്തിനകത്തേക്ക് ഗാന്ധാരി കുന്തിയെ കൈപിടിച്ച് ക്ഷണിച്ചു. ശേഷം പാണ്ഡവർക്കും കൗരവർക്കും മുന്നിൽ രാജാവായ ധൃതരാഷ്ട്രർ ആ തീരുമാനം അവതരിപ്പിച്ചു. നിങ്ങൾക്കിടയിലെ ശത്രുതയിൽ മറന്നൊരു കാര്യമുണ്ട്, സഹോദരബന്ധം. അതിനെല്ലാം കാരണം ഈ സിംഹാസനമാണ്, അല്ലേ? ഈ സിംഹാസനത്തിന് നിങ്ങൾ രണ്ടു കൂട്ടരും തുല്യ അവകാശികളാണ്. അതിനാൽ ഇനി മുതൽ ഖാണ്ഡവപ്രസ്ഥം ഭാഗം പാണ്ഡവർ ഭരിക്കട്ടെ, ബാക്കി ഭാഗം കൗരവരും. ധൃതരാഷ്ട്രരുടെ ഈ ഒരു തീരുമാനത്തിന് ആരും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഈ തീരുമാനത്തിൽ ചെറിയ ഒരു പാകപ്പിഴയുണ്ടായിരുന്നു. കാര്യം, രാജ്യത്തിന്റെ നേർപകുതിയാണ് ഇരു കൂട്ടർക്കും ഭരിക്കുവാൻ ചുമതല കൊടുത്തതെങ്കിലും ധൃതരാഷ്ട്രർ സ്വന്തം പുത്രന് ഹസ്തിനപുരത്തിന്റെ നട്ടെല്ലായിരുന്നു കൊടുത്തത്. പാണ്ഡവർക്കോ പകുതിയേറെ വനവും തരിശുഭൂമിയും അടങ്ങിയ ഒരിടം. പക്ഷേ പാണ്ഡവർ ഇരു കൈകളോടെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അങ്ങനെ പാണ്ഡവരിൽ മുതിർന്ന സഹോദരൻ എന്ന നിലയിൽ യുധിഷ്ഠിരൻ ഖാണ്ഡവപ്രസ്ഥം ഭരിക്കുവാൻ ചുമതലയേറ്റു. ഈ ഒരു ഘോരവനത്തിൽ എങ്ങനെ ഭരണത്തിന് തുടക്കം കുറിക്കണമെന്നുള്ള ഒരു ചോദ്യം യുധിഷ്ഠിരനിലുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുവാൻ അധികം താമസം വന്നില്ല. അപ്രതീക്ഷിതമായി ഒരാൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്നു. എവിടെ നിന്ന് ആരംഭിക്കണമെന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ വന്ന് പതിഞ്ഞിരിക്കുകയാണ്. അയാളുടെ മറുപടി എന്താണെന്നറിയുവാൻ ആകാംക്ഷയിലായിരുന്നു യുധിഷ്ഠിരൻ. പ്രഭാതത്തിന്റെ ആരംഭം എവിടെ നിന്നാണ് യുധിഷ്ഠിര? അതെ, സൂര്യനിൽ നിന്ന്. സൂര്യനിൽ അഗ്നി. അങ്ങനെ അർജുനനും അയാളും ആ ഘോരവനം അഗ്നിയിൽ താഴ്ത്തി. പാണ്ഡവർക്കെല്ലാം അയാളോട് വലിയ ബഹുമാനമായിരുന്നു. ഭരണത്തിൽ പിന്നീടുള്ള ഓരോ പ്രവൃത്തിയും അയാൾ യുധിഷ്ഠിരനോട് വ്യക്തമായി പറഞ്ഞു നൽകി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ആ സ്ഥലത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ അവിടെ പലതരത്തിലുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവിടെ പല വർണ്ണത്തിലുള്ള പൂന്തോട്ടങ്ങൾ സൃഷ്ടിച്ചു. ജനങ്ങളുടെ വരവിനായി വസതികൾ പണിതു. പിന്നീട് സൈന്യത്തെ രൂപീകരിച്ചു. പതിയെ പതിയെ മറ്റുള്ള രാജ്യങ്ങൾക്കപ്പുറം ഖാണ്ഡവപ്രസ്ഥം വളർന്നുകൊണ്ടേയിരുന്നു. കാലക്രമേണ ഖാണ്ഡവപ്രസ്ഥത്തിൽ ജനങ്ങൾ പുറത്തുനിന്ന് താമസിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഖാണ്ഡവപ്രസ്ഥം എല്ലാം കൊണ്ടും ഒരു സ്വർഗം തന്നെയായി മാറി. വ്യക്തമായ പദ്ധതിയിലൂടെ അവരതൊരു സ്വപ്ന രാജ്യമാക്കി മാറ്റി. പിന്നീട് ഖാണ്ഡവപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം എന്ന നാമത്തിൽ അറിയുവാൻ തുടങ്ങി. പാണ്ഡവ കുടുംബത്തിനു വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരവും അവിടെ പണിതുയർത്തി. അങ്ങനെ സന്തോഷവും സമാധാനവും ഒത്തിണങ്ങി പോകുന്ന വേളയിൽ എല്ലാ മേഖലയിലും വിജയങ്ങൾ കൈവരിച്ച രാജാവെന്ന നിലയിൽ രാജസൂയം ചടങ്ങിന് യുധിഷ്ഠിരൻ അർഹനാണെന്നുള്ള കാര്യം അവരുടെ സുഹൃത്ത് വ്യക്തമാക്കി. ഏതൊരു രാജാവിന്റെയും സാമ്രാജ്യ ഭരണ അധികാരത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ അനുഷ്ഠാനമാണ് രാജസൂയം. അങ്ങനെ മറ്റുള്ള രാജ്യത്തിലെ എല്ലാ രാജാക്കന്മാർക്കും ചടങ്ങിൽ വരുവാനുള്ള ക്ഷണം യുധിഷ്ഠിരൻ അറിയിച്ചു. ദുര്യോധനന് ചടങ്ങിൽ പങ്കെടുക്കുവാൻ മനസ്സിൽ അല്പം ഒരു നീരസമുണ്ടായിരുന്നു. ഈ ഒരു വിവരം തന്റെ അമ്മാവനായ ശകുനിയോട് അവതരിപ്പിച്ചു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തൃപ്തനല്ല മാതുല. തന്റെ ആ ചെറിയ പുഞ്ചിരിയോടെ ശകുനി മറുപടി പറഞ്ഞു. പോകണം ദുര്യോധന. ശത്രുക്കൾക്കിടയിൽ നമ്മൾ എത്തുമ്പോൾ കൂടെ എപ്പോഴും ഒരായുധം കൊണ്ടുപോകണം. ശകുനിയുടെ വാക്കുകൾ ദുര്യോധനനിൽ ചില ചിന്തകൾ ഉയർത്തി. ചിരിയാണ് ദുര്യോധന ഏറ്റവും വലിയ ആയുധം. ശത്രുവിനോടുള്ള പക അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആയുധം. ശകുനിയുടെ വാക്കുകൾ ദുര്യോധനനിൽ വ്യക്തത നൽകിയില്ല. അങ്ങനെ ആ വിശിഷ്ട ദിവസം വന്നെത്തി. പല രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ നിറയെ സമ്മാനങ്ങളുമായി വന്നു. അവരെയെല്ലാം സന്തോഷത്തോടെ പാണ്ഡവർ വരവേറ്റു. കൂടാതെ ധൃതരാഷ്ട്രരും ദുര്യോധനനും മുഖ്യ അതിഥിയായി ഉണ്ടായിരുന്നു. പ്രത്യേകമായി നിർമ്മിച്ച ഒരു സമ്മാനം ദുര്യോധനൻ യുധിഷ്ഠിരന് നൽകി.
അവർക്കിടയിൽ ശത്രുതയെ മറന്നുകൊണ്ട് ഇരു കൂട്ടരും ആലിംഗനം ചെയ്തു. കണ്ടുനിന്ന ഭീഷ്മ പിതാമഹനും മറ്റുള്ളവർക്കും അതൊരു പ്രത്യേക അനുഭൂതി നൽകി. ശേഷം വന്നിരിക്കുന്ന എല്ലാ രാജാക്കന്മാരെയും സാക്ഷിയാക്കി യുധിഷ്ഠിരൻ രാജസൂയ യജ്ഞം പൂർത്തിയാക്കി. ദുര്യോധനന്റെ ഉള്ളിലെ ശത്രുത അയാൾ പോലും അറിയാതെ വേർപെട്ടു പോയിക്കൊണ്ടിരുന്നു. ആ 5 പേരിൽ ഒരാളായി അയാളും ആ സന്തോഷത്തിൽ പങ്കിട്ടു. സമയത്തിന്റെ വേഗമായ ചലനം മൂലം പലരും ആ ചടങ്ങിൽ നിന്നും തിരികെ യാത്രയായി. ആ സമയം ദുര്യോധനൻ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. അയാളിലെ ആ തിളക്കമേറിയ കണ്ണുകൾ ആ സൗന്ദര്യമാർന്ന കൊട്ടാരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. പെട്ടെന്നാണ് ദുര്യോധനൻ തന്റെ കാലുകൾ വഴുതി വെള്ളത്തിൽ വീണത്. പെട്ടെന്ന് തന്നെ പാണ്ഡവരും മറ്റുള്ളവരും ചെറിയ ഞെട്ടലോടെ ദുര്യോധനനെ നോക്കി. അവിടെ ആകെ നിശബ്ദതയായി. പക്ഷേ അവിടെ ആകെ ഒരു സ്ത്രീയുടെ ചിരിയുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ ആ സ്ത്രീയിലേക്ക് മാത്രമായി. ദ്രൗപദി. കണ്ടുനിന്ന പാണ്ഡവർക്ക് പോലും അതൊരു പ്രയാസമായി തോന്നി. ചിരിയിൽ മതി മറന്നുപോയ ദ്രൗപദി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ പറഞ്ഞു, പിതാവു മന്ഥൻ, മകനു മന്ഥൻ. ഇത് കേട്ട ദുര്യോധനന് ദേഷ്യത്തിലുപരി സങ്കടമായിരുന്നു വന്നത്. തന്റെ പിതാവ് ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത വാക്കുകളായിരുന്നു അത്. അവനിൽ അതാഴ്ന്നിറങ്ങി. തന്റെ നിറഞ്ഞ കണ്ണുകൾ പിതാവിലേക്ക് തെന്നിമാറി. വിഷമമുള്ളിൽ ഒതുക്കിക്കൊണ്ട് ധൃതരാഷ്ട്രർ ആ വാക്കുകൾക്ക് മറുപടി നൽകിയത് ഒരു ചെറു പുഞ്ചിരി കൊണ്ടായിരുന്നു. എല്ലാവരും മറന്നുപോയ സത്യമായിരുന്നു ആ കണ്ണുകൾ. തന്റെ പിതാവിനെ താൻ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ദുര്യോധനൻ മനസ്സിലാക്കിയത് ആ നിമിഷത്തിലായിരുന്നു. അറിയാതെ തന്നെ ദുര്യോധനന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ ഒരു കാഴ്ച തന്റെ പിതാവ് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയായിരിക്കും അത്. കാരണം അയാളും ആ മകനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു. അത്രയും നേരം ആനന്ദത്തിലായിരുന്ന കൊട്ടാരം മൗനത്തിന്റെ കീഴിൽ അലിഞ്ഞു ചേർന്നു. അവരുടെയെല്ലാം കൺമുന്നിലൂടെ ദുര്യോധനൻ ആ പടിവാതിലിൽ നിന്നും പടിയിറങ്ങി. കൊട്ടാരത്തിനുള്ളിൽ നിന്നും ദുര്യോധനനെപ്പറ്റി ചില സംസാരങ്ങൾ ധൃതരാഷ്ട്രർ കേൾക്കുവാനിടയായി. തന്റെ പ്രിയപുത്രൻ അധികം ആരോടും സംസാരിക്കാതെയായിരിക്കുന്നു. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. അവനിൽ ചില സ്വഭാവ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് അവനിൽ വന്ന മാറ്റത്തിനുള്ള കാരണമെന്ന് ധൃതരാഷ്ട്രർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ടുതന്നെ തന്റെ പ്രിയ മകനോട് സംസാരിക്കാൻ വേണ്ടി ധൃതരാഷ്ട്രർ തീരുമാനിച്ചു. ദുര്യോധന, ഇത്രയ്ക്കും നിന്റെ മനസ്സിനെ താഴ്ത്താൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് കേട്ട ദുര്യോധനന്റെ മുഖം അല്പം ഗൗരവത്തിലായി. ഞാനൊരു പരിഹാസ കഥാപാത്രമായതിനാലല്ല, അവിടെ അങ്ങയുടെ നാമവും കുറവും അവൾ ഉച്ചരിച്ചതിനാലാണ്. നിന്നിലെ ശരി ഈ ഒരു കാര്യത്തിൽ നിന്നിൽ മാത്രമായി ഒതുങ്ങണം. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? നീ മറക്കണം, ദ്രൗപദിയുടെ ഒരു അറിവില്ലായ്മയായി കണ്ട് നീ അവളോട് പൊറുക്കണം. നിന്റെ സഹോദരിയാണവൾ. തന്റെ പിതാവിന്റെ വാക്കുകൾ അയാളെ അസ്വസ്ഥനാക്കി. മറക്കാം പിതാവേ. ഈ അസ്ഥിനപുരം മുഴുവൻ അവളുടെ കരച്ചിൽ കേട്ടതിന് ശേഷം വേണമെങ്കിൽ മറക്കാം. ദുര്യോധനന്റെ വാക്കുകൾ ധൃതരാഷ്ട്രരെ ഞെട്ടിച്ചെങ്കിലും മറ്റു ചിലർക്ക് അതൊരാവേശമായിരുന്നു.